ഹലോ, ഗുഡ് മോർണിംഗ്. നമുക്ക് കൊഞ്ച് കറി ഉണ്ടാക്കിയാലോ? ഇതിനായിട്ട് നല്ല കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യമേ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്തെല്ലാം എടുത്തിട്ടുണ്ട്. കൊഞ്ച് തേങ്ങ അരച്ച കറിയാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കൊച്ചുള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ കൂടെ വേണം. പച്ചമുളക് ഞാനിവിടെ 3 എടുത്തിട്ടുണ്ട്. അത് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ 3 എടുത്തുള്ളൂ. കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ മുളക് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഈ തേങ്ങയ്ക്കകത്തോട്ട് നമുക്ക് കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. മുളക് പൊടി കുറച്ചിട്ടാൽ മതി, കാരണം പച്ചമുളകിനകത്തിൽ നല്ല എരിവ് കാണും. പിന്നെ നമ്മളിതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ജീരകം ഇല്ലെങ്കിൽ ജീരകത്തിൻ്റെ പൊടി ആയാലും മതി. ഇതിപ്പം കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക്, അതും കൂടി ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോഴത്തേനും നമ്മുടെ ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ചൂടാവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂടായി വന്നു അപ്പോഴത്തേനും നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ചൂടായിട്ട് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേനും എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അന്നേരം നമ്മൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് ഇട്ട് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ഒരു 4 ഇല്ലത് ഞാൻ ഒരെണ്ണം മുറിച്ചിട്ടതാണ്. വെളുത്തുള്ളി കുറച്ച് മതി. പിന്നെ അതിനകത്തോട്ട് പച്ചമുളകും കൊച്ചുള്ളിയും ഇട്ട് കൊടുക്കുക. കൊച്ചുള്ളി മുറിച്ചില്ല, അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ വാടി വരുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് വാട്ടുമ്പോഴത്തേനും ഈ ഉള്ളി വാട്ടുമ്പോൾ ഉള്ള മണം നല്ല അടിപൊളിയാണ്. പിന്നെ എന്നിട്ട് ഇതിനകത്തോട്ട് ഇത് നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. പിന്നെ തുറന്ന് നോക്കിയിട്ട് നമ്മൾ അതിനകത്തോട്ട് കൊഞ്ച് ഇട്ട് കൊടുത്തിട്ട് കൊഞ്ചും വീണ്ടും കുറച്ച് സമയം ഒന്ന് വഴറ്റണം. ആ എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ വഴറ്റാനായിട്ട്. അപ്പം കുറച്ച് സമയം ഒന്ന് കുറച്ച് സമയം എന്ന് വെച്ചാൽ ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു 10 മിനിറ്റ് മതി. പിന്നെ ആ കൊഞ്ച് പൊളിച്ചെടുക്കുന്ന ഒരു സമയം മതി. അത് കഴിഞ്ഞ് നമുക്കൊരു 10 മിനിറ്റോളം വരുന്നുള്ളൂ. അതിനകത്തോട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി നേരത്തെ നമ്മൾ അരപ്പി ചേർത്തിട്ടുണ്ട്. എന്നാലും കൊഞ്ചിന് ചെറിയൊരു കളറ് കിട്ടണമല്ലോ, അതിനുവേണ്ടി നമ്മൾ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വീണ്ടും നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുക്കുമ്പം നല്ല ഒരു സ്മെല്ല് വരും, നല്ലൊരു മണം വരും. എന്നിട്ട് അത് വീണ്ടും നമ്മൾ അടച്ച് വെക്കണം. വീണ്ടും അടച്ച് വെച്ചിട്ട് വീണ്ടും തുറന്നിട്ട് തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി ഇട്ട് കൊടുത്തിട്ട് തക്കാളി ഒന്ന് വീണ്ടും അതൊരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇടയ്ക്ക് ഞാൻ ഇച്ചിരി വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു, ഇച്ചിരി ചൂടുവെള്ളം ചേർത്തായിരുന്നു. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന അരപ്പം കൂടി ഇട്ട് ഇപ്പം വെള്ളം കൂടുതൽ പോകുന്നു തോന്നുന്നുണ്ട്, അത് നമുക്ക് വറ്റി വരുമ്പോൾ റെഡിയാവും. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം വേവിച്ചിട്ട് തുറന്ന് നോക്കുമ്പോൾ അടിപൊളി കൊഞ്ച് കളി റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് കൊഞ്ച് പൊളിച്ചെടുക്കുന്ന ആ ഒരു ടൈം മതി. ബാക്കി നമുക്കൊരു 10 മിനിറ്റോളം മതി. 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.